ദാ ഋതിക കുഞ്ഞിങ്ങനെ കുറിയൊക്കെ വരച്ചിരിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ. ഇന്ന് ഋതിക കുഞ്ഞിൻ്റെ 1ാം പിറന്നാളാണേ. അപ്പോൾ അതിന് ഞാനും ചേട്ടായിയും കുഞ്ഞും കൂടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അവളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് നേരെ തിരിച്ചു പോവുകയാണേ. അപ്പോൾ അവൾക്കിപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ 3 പേരോടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നേ. അത് ഞാനിവിടെ കൊടുക്കാമേ. അപ്പം ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നതെന്ന് പൊന്നൂസിൻ്റെ പിറന്നാൾ വന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായത്. കാരണം അവളുണ്ടായത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഋതിക കുഞ്ഞിൻ്റെ പിറന്നാളായിട്ട് നമ്മൾ വീട്ടിൽ വേറെ ഗ്രാൻഡായിട്ട് ഒരു പരിപാടിയും വെക്കുന്നില്ല കേട്ടോ. പകരം നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി, കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോൺവെൻ്റ് ഉണ്ട്. കുറച്ച് കന്യാസ്ത്രീമാർ, കുറച്ച് കുഞ്ഞു മക്കൾ, കുഞ്ഞു ആൺപിള്ളേരെ, എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് വരെയുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു കേട്ടോ, അവരെ നോക്കുന്നുണ്ട്. അപ്പം അവരുടെ അടുത്തേക്കാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത്. ഇതാണ് കേട്ടോ പൊന്നൂസിൻ്റെ കേക്ക്. അപ്പം ഞങ്ങളെ കണ്ടത് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് മുറിച്ചു. അപ്പം കണ്ടില്ലേ, കുഞ്ഞുങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. ഋതിക കുഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കി, എന്നാലും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. അവരതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കുറേ പാട്ടൊക്കെ പാടിത്തന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിറന്നാളായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരുന്നു ഇവിടെ വരിക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അവൾക്കൊന്നും മനസ്സിലാക്കാൻ പ്രായമായില്ലെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നിയൊരു സമയമായിരുന്നു. കാരണം ഇങ്ങോട്ടേക്ക് പോകാമെന്നൊരു ഡിസിഷൻ എടുത്തപ്പോഴത്തേക്ക് ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അയ്യോ വീട്ടിൽ ആഘോഷിക്കുന്നില്ലേ എന്നുള്ളൊരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ വന്ന് ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ അതൊക്കെ മാറിയിട്ടോ. ഇനി എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ തന്നെ വരാനും ആ കുഞ്ഞുങ്ങളെ കാണാനുമാണ് എനിക്ക് താല്പര്യം. കാരണം അത്രയ്ക്കൊരു പോസിറ്റീവ് എനർജിയും എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്ക് അതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര നല്ല മക്കളാണ് കേട്ടോ. ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കുറേ പാട്ടും, ഞങ്ങൾ ചെന്ന ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ കൂടെ ചേട്ടായുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെ എല്ലാവരും കണ്ടപ്പോഴത്തേക്ക് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിലേറെ ഹാപ്പി ആയിരുന്നു ഇവിടുന്ന് പോയ എല്ലാവരും. അതെ, ഞങ്ങൾ അവരുടെ പാട്ടൊക്കെ പാടിത്തരുന്ന കേട്ടോ. അവരുടെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു, കുറേ ഓടി കളിച്ചു. ഞങ്ങളുടെ കൂടെ പോയവർ വരെ അവരുടെ കൂടെ കളിയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് നമുക്ക് മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടുന്നൊരു സ്ഥലമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് വാക്കുകളുകൊണ്ട് അത് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. കാരണം മനസ്സിന് അത്രമാത്രം ഒരു സന്തോഷം ഉണ്ടായി. പിന്നെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പൊന്നൂസിനെ എല്ലാവരെയും കൊണ്ട് നടന്ന് കാണിച്ചു. അവൾ കുഞ്ഞായതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായവും ഇങ്ങനെ ഒരുപാട് പിള്ളേരൊന്നും അവൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ഇരുന്നു, ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചു. കുറച്ച് തുപ്പി, അങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. എന്താണെങ്കിലും ഞങ്ങളുടെ പൊന്നൂസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ ഈ തീരുമാനം. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ അവരുടെ കൂടെയൊക്കെ നടന്ന് കളിച്ച് ചിരിച്ച് ഫൈനലി നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ തിരിച്ച് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, കുറച്ചുകൂടി നേരത്തെ ചെല്ലേണ്ടതായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഋതിക കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ.